നിനക്ക് തോന്നുമ്പോ വന്നു കയറാനും തോന്നുമ്പോ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമല്ല ഇത്. എന്റെ കാർ ഞാൻ പോവാൻ വന്നതല്ല, എനിക്ക് തിരിച്ചു വരണം. Welcome back to yet another episode of Luther and His Mate. Season 3 ചാപ്റ്റർ അല്ല, ബേസിക്കലി ഇതൊരു പുതിയൊരു സെഗ്മെൻറ്റാണ്. അതിന് മുന്നേ നമ്മളിപ്പോൾ കറൻ്റ് റൺ ചെയ്യുന്ന സെഗ്മെൻറ്റ്സിനെ കുറിച്ച് പറയാം. ഒന്ന് ചാപ്റ്റേഴ്സ്, അത് ലൈക്ക് വീക്ക്ലി നടക്കുന്ന എന്തെങ്കിലും സംതിങ് മാറ്റേഴ്സ്, വീക്ക്ലി നടന്നില്ല സംതിങ് മാറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാം തന്നെ. പിന്നെ ഒരു ഔട്ട് ഓഫ് ദ മൈൻഡ് ഉണ്ട്, നമ്മുടെ ചിന്ത അതിനപ്പുറത്തോട്ടെത്തുന്ന ചില ഗസ്റ്റുകൾ വരുന്നത്. അതേതായാലും എല്ലാ സീസണിലും കൊണ്ട് വരുന്നുണ്ട്, ഈ സീസണിലും വരും. നമ്മൾ അഡ്വാൻസ്ഡോട്ട് അല്ലെങ്കിൽ നമ്മൾ പലരോട് എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പിന്നെ ഒരു ടെക് റിലേറ്റഡ് സാധനം ഉണ്ടായി, നമ്മൾ തട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ടെക് റിലേറ്റഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി കൊണ്ടുവരാം ഓരോ വീക്കിലി. ഏതായാലും ഈ വീക്ക് ഇച്ചിരി ഡിലേ ആയത്, ഫസ്റ്റ് ഓൾ സോറി ഫോർ ദാറ്റ്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ചിലപ്പോഴേ കാണുള്ളൂ, ഇച്ചിരി കിട്ടിയിട്ടാണ് ഷെഡ്യൂൾസ് എക്സാംസും വായിക്കാനൊക്കെ ഉണ്ട്. എനിവേ അതല്ലല്ലോ ഇന്നത്തെ മാൻ. ഏതായാലും പ്രസൻറ്റിങ് അല്ലെങ്കിൽ ദ ബ്രാൻഡ് ന്യൂ അറിയത്തില്ല കേട്ടോ. ഏതായാലും ദ മൂവി ലാബ്, മാത്സ് ലാബോ സയൻസ് ലാബോ അങ്ങനെയൊന്നുമല്ല, മൂവി ലാബ്. എന്തുകൊണ്ട് അങ്ങനെ വേറിട്ട് വെച്ചാൽ കുറച്ചും കൂടി എക്സ്പെരിമെൻ്റ് ആയ മൂവീസിനെ കുറിച്ചും, അല്ലെങ്കിൽ മൂവീസിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ്സും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം. എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ നല്ലതുണ്ടാവും, പൊട്ടിയതുണ്ടാവും. എന്തുകൊണ്ട് പൊട്ടി, അല്ലെങ്കിൽ അടിപൊളിയായത് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് അങ്ങനെ ഓൾ ഓഫ് മൈ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ ആവണമെന്നോ അങ്ങനെ ആവരുതെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കേൾക്കാമല്ലോ. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ലിയോ അല്ലെങ്കിൽ ദ ബ്ലഡി സീറ്റ്. ഏതായാലും ബ്ലഡി സീറ്റ് ആണോ വെച്ചാൽ അറിയത്തില്ല. പടം ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർ മീ ഐ വാസ് ഹാപ്പി, ബട്ട് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി ഒട്ടടിപൊളിയാണെന്ന രൂപത്തിലൊന്നും പറഞ്ഞില്ല. സംടൈംസ് അത് ലാഗി, പക്ഷെ ആ ഒരു കഥയ്ക്ക് അങ്ങനെ വേണം. കാരണം ഇറ്റ്സ് ലൈക്ക് ഈ ഫാമിലി ഇമോഷണൽ ആക്ഷൻ അങ്ങനെ കൂടി മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ പലയിടത്തും ഫാമിലിയും കണക്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമുക്കൊരു എന്തുകൊണ്ട് ഇയാളിങ്ങനെ പോരാടും, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം. ഇപ്പം ലോകേഷിനെ ബാക്കി പലതിലും ഡോർ ഡേ ആണ്. ഇപ്പം ദില്ലി ആണെങ്കിലും വിക്രമാണെങ്കിലും ഓൾസോ ലൈക്ക് അവരെ നിലനിൽപ്പുള്ള പോരാട്ടമാണ്. ലിയോൻ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് അവർക്ക് റീസൺസ് പലപ്പോഴും ഇച്ചിരി കൂടി ലോകേഷ് ഇമോഷണലി പലതിലോട്ടും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓവറോൾ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാട് ക്യാമറ ആംഗിൾസ് പലതും വരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഈഗിളുടെ പോയിൻ്റ് ഓഫ് വ്യൂ വരുന്നൊരു ഷോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കഫേയിൽ സ്പോയിലറാണോ വെച്ചാൽ അറിയത്തില്ല, ചില ഫൈറ്റ്സിലൊക്കെ അത്യാവശ്യം അടിപൊളിയായ ക്യാമറ ആംഗിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. VFX ചിലയിടത്തൊക്കെ ഇച്ചിരി ലാക്കാണ്, എന്നാലും എഡിറ്റിംഗ് വഴി അത് കുറച്ചും കൂടി മാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പടം കാണാം, ഒരു വട്ടം കഴിയായിട്ടുള്ളത് കാണാം. പിന്നെയും കാണാനുണ്ടോ വെച്ചാൽ ഐ ഡോണ്ട് നോ. എന്തായാലും പിന്നെ ഞാൻ ഭയങ്കര സിനിമ നിരീക്ഷകനാണ്, അങ്ങനെയല്ല. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു ഇച്ചിരി പഠനം കണ്ട അറിവില്ല. ഓവറോൾ എല്ലാവരും ഈ ഭയങ്കര നിരീക്ഷകരാണെങ്കിൽ സോറി ഫോർ യു, ഇച്ചിരി ഇതായിരിക്കാം. ഏതായാലും എൻ്റെ ഒരു ബേസിക് വെച്ചിട്ട് ഇച്ചിരി ഇറങ്ങുന്ന മലയാളങ്ങളൊക്കെ കണ്ടു ഓർക്കും. നമ്മുടെ അത്യാവശ്യം ഹിറ്റ്സും, തെലുങ്കിൽ അത്യാവശ്യം ഹിറ്റ്സൊക്കെ കാണും, ഹിന്ദിയും കാണും, ഇച്ചിരി ഇംഗ്ലീഷ്, ഇച്ചിരി അനിമ, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് കാണുക, ഭയങ്കരമായിട്ട് സീരീസ് അഡിക്റ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റേതായൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ കണ്ടൊരു അതിൻ്റെ എൻ്റെ ഒരു മൂവി അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ്. ഓവറോൾ ലൈക്സ് ദാറ്റ്. ഏതായാലും ആഫ്റ്റർ ഓൾ ലിയോനുകൾ നമുക്ക് അപ്പുറത്തോട്ട് ഫാമിലി മാനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് പ്രൈം ഉണ്ടോ അറിയത്തില്ല, എനിക്കിപ്പോൾ ഒരു പ്രൈം അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു തുടങ്ങിയൊരു സീരീസാണ് ഫാമിലി മാൻ. നമ്മുടെ മലയാളത്തിൽ നിന്ന് നീരജ് മാധവ് കണ്ട്. ഓവറോൾ ഇന്ത്യൻ ബേസ്ഡ് ഒരു വെബ് സീരീസാണ്. അത്യാവശ്യം അടിപൊളിയാണ്, മേക്കിംഗ് ആണെങ്കിലും കാണാനാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഓൺലൈൻ പറയുകയാണെങ്കിൽ ഞാൻ മൊത്തമായിട്ട് കണ്ട് തീർത്തിട്ടൊന്നുമില്ല, ഫസ്റ്റ് സീസണിൽ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അപ്പം ഓവറോൾ ലൈക്ക് എന്താ പറയുക, അത്
ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു രസമാണ്. ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നു, വേറെ രാജ്യം പോകുന്നു, ആക്ച്വലി കണ്ടു തുടങ്ങിക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തിറങ്ങിയ OTT നമ്മുടെ സ്വന്തം കൊറോണ ദവാൻ. അതന്നെ ദവാനാണോ ജവാനാണോ എനിക്കറിയത്തില്ല. ഏതായാലും അതും അത്യാവശ്യം കൊള്ളാം. ഭയങ്കര അതൊന്നുമല്ല. OTT വൺ ടൈം കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ന്യൂസസിലൊക്കെ ഒരുപാട് കേട്ടിട്ടില്ല. കുപ്പി അല്ലെങ്കിൽ എന്താ പറയുക, വാറ്റുക, ഡ്രോണ്, അത് കൊണ്ട് ഓടിക്കുക, ഇങ്ങോട്ട് ഓടിക്കുക, ആൾക്കാരെ ഓടിക്കുക, ആ ഒരു കൈൻഡ് ഓഫ് ഫീലാണ്. അത് മൊത്തം ഒരു കൊറോണ ടൈമിൽ സംസാരിക്കുന്ന ഒരു കഥയാണെങ്കിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ കുപ്പി, അതായത് മദ്യപാനം ആ സമയത്ത് എങ്ങനെ, അല്ലെങ്കിൽ ആരൊക്കെ കയ്യിൽ രാജാവുന്നു, അങ്ങനെ പലതുണ്ടല്ലോ. അങ്ങനത്തെ ഒരുപാട് കഥയിലൂടെ പോകുന്നൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ മൂവിയുണ്ട്, ചന്ദ്രമുഖി 2. എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് നിങ്ങളത് കാണരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ്. ഇല്ല വേറെ ഒന്നുമില്ല. മണിച്ചേർന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണെങ്കിലും ഈ മണിച്ചേർന്നതായോടെ ഇതോടെ എനിക്ക് ഒട്ടും ഡൈജസ്റ്റബിളും അല്ല കഥ. ഒന്നും ഞാൻ പറയുന്നില്ല. കാണുന്നവർ ഇച്ചിരി സമയമൊക്കെ ഇല്ലൊരു മാത്രം കണ്ട. അതേപോലെ തന്നെ കാസർഗോഡ് ആദ്യം ഇച്ചിരി ഇടയ്ക്ക് അതിൻ്റെ ചില പടത്തിൻ്റെ ഒക്കെ ഇതുണ്ടെങ്കിലും ഓവറോൾ ഒരു കഥയും അത്രയും റെക്കമെൻഡാണത്. പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാർക്കേണ്ട ഇതുണ്ടോ, ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഓവറോൾ അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ലൈൻ ആണെങ്കിലും വേറെ ഉദ്ദേശ കാര്യങ്ങളാണെങ്കിലും ഒരു ഫൺ ആക്ഷൻ ട്രാവലർ ഫ്രം തമിഴ് ഇൻഡസ്ട്രി. ഇത്തിരി ഓൾഡ് കാലഘട്ടമാണ് കാണിക്കുന്നതും. അപ്പം പഴയ സോങ്ങും പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ സിൽക്ക എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറ്റുന്നു. ഇച്ചിരി ഒരു ഇതുണ്ട്. അതൊക്കെയാണ് നമുക്ക് സെഗ്മെൻറ്റ് പോരാണ്ടത്. പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഏതായാലും ഇതുവരെ കേട്ടുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനി മറ്റൊരു എപ്പിസോഡായിട്ട് മറ്റൊരാഴ്ചകളിൽ വീണ്ടും പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. ഓക്കെ, நானே எல்லாத்தையும் மாத்தி மறந்து மாறி வந்து போறவளே நெஞ்சுக்குள்ள நீ வாரியா